ഗുഡ് മോർണിംഗ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്നാമത്തെ കാര്യം എൻ്റെ സൗണ്ട് ഇല്ല, ഫാൻ ഓഫ് ചെയ്യാം. പുറത്ത് ന്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എണീറ്റപ്പോൾ എൻ്റെ ഇവിടെ തടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇന്ന് പിന്നെ ഒരിടം വരെ പോണത് കൊണ്ട് എണീറ്റെന്നേ ഉള്ളൂ. എന്നിട്ടും ഞാൻ അലാറമൊക്കെ അടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി കാണും. ഞാൻ പക്ഷേ എണീക്കാണ്ട് ഇത്രയും നേരം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് ഫോണും യൂസ് ചെയ്തിരിക്കുമായിരുന്നു. എനിക്കങ്ങനെ ഉറക്കം വരും നന്നായിട്ട്. കാരണം ഇന്നലെ ഞാൻ ലേറ്റായി കിടന്നപ്പോൾ. എന്നിട്ടിപ്പോൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, വണക്കം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തൊക്കെ പറയണ അതൊക്കെ പോട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നേരം ആ ഓൺ വോയിസിലെടുത്ത വീഡിയോയിൽ ഞാൻ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഉറക്കം എഴുന്നേറ്റ് അങ്ങനെ ഇരുന്ന് എടുത്ത വീഡിയോ ആണ്. ഉറക്കം എണീറ്റ് ഞാൻ കുറച്ച് നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊക്കെ തന്നെ എണീറ്റത്. എന്നാലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതാണ് അങ്ങനെ എൻ്റെ സൗണ്ട് ഇരുന്നത് കേട്ടോ. എനിക്കിപ്പോൾ കേട്ടിട്ട് തന്നെ ഒരുമാതിരി എന്തോ കൂടിയ സാധനം അടിച്ച് ഫിറ്റായ കണക്കാണ് എനിക്ക് എൻ്റെ സൗണ്ട് കേട്ടിട്ട് തോന്നിയത്. ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് ആലോചിക്കണം, നീ ഇതെന്തോ തേങ്ങയാണ് പറയണമെന്നുള്ള രീതിക്ക്. സാധാരണ ഞാൻ ഉറക്കം തെളിഞ്ഞ് ഞാൻ തനിയെ എഴുന്നേറ്റാലേ എനിക്കൊരു സമാധാനം കാണത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്നെ എഴുന്നേൽപ്പിക്കുകയോ എന്തെങ്കിലും സൗണ്ട് കേട്ടൊക്കെ ഞാൻ ഞെട്ടിച്ചാടി എണീക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡീപ്പ് സ്ലീപ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ബ്രെയിൻ കൺഫ്യൂഷൻ വന്നിട്ടായിരിക്കണം എനിക്ക് നന്നായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസിയും തലവേദനയും തലകറക്കമൊക്കെ വരാറുണ്ട് കേട്ടോ. അത് ഈ മൈഗ്രെയിൻ എനിക്ക് കൺഫേം ചെയ്തതിന് ശേഷമാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. ഇന്ന് പിന്നെ ഞാനിപ്പോൾ രാവിലെ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റിരിക്കണത്, ഇന്ന് ഞാൻ കൊല്ലത്തോട്ട് പോവാണ്. അതായത് സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവാണ്. അപ്പോൾ കുറേ കാലം കൊണ്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റാൻഡംലി വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഓക്കെ വൈ നോട്ട് എന്നും പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാണ്. പണ്ട് ഞാൻ ചെങ്ങന്നൂർ കോളേജിലോട്ട് പോകണ വഴിക്ക് മാൻഡ്രോ തുരുത്ത് എന്നൊരു തുരുത്തുണ്ട് കേട്ടോ. എനിക്ക് ആ തുരുത്ത് കാണുമ്പോഴൊക്കെ എനിക്ക് ഈ സാമ്പ്രാണിക്കൊടി ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടേ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഞാൻ കുറേ നേരം റൂമിൽ എന്തോ പോയി അണ്ണാനെ കണക്ക് ഇരുന്ന് ഇനി ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണം. ഇതെൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണ്. എൻ്റെ എല്ലാ സ്ലോ മോർണിംഗ്സ് റൊട്ടീനും ഇങ്ങനെയാണ്. ഞാൻ ഇനി കുറേ നേരം ആകാശം നോക്കി. ഇവിടെ നോക്കിയപ്പോൾ സൺറൈസ് എനിക്കൊന്ന് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ സൂര്യനൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറങ്ങി വെറുതെ സമയം കളയാണ്ട് ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. രാവിലെ വെറുതെയാണ് ഞാൻ അലാറമൊക്കെ വെച്ച് നേരത്തെ എഴുന്നേറ്റത്. കാരണം ഞാനാണെങ്കിൽ കറങ്ങി ഉണ്ടായിരുന്ന സമയം മൊത്തവും കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ സമയം വെച്ച് എങ്ങനെയൊക്കെയാണ് റെഡിയായിട്ട് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പം നമ്മളിതാ പോകാൻ പോവാണ്. കാറിനകത്ത് പാട്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ അത്യാവശ്യം ഞാനൊരു ടോക്ക് ആക്റ്റീവായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം എനിക്ക് കംഫർട്ടുള്ള അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുന്നവരടുത്ത് എനിക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ എനിക്ക് വാ കഴിച്ചാലും ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനും കാണും. ഞാൻ അപ്പോൾ എന്തൊക്കെയോ അവരുടെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടാണ് പോണത് കേട്ടോ. എനിക്കിപ്പോൾ ഓർമ്മയില്ല അതെന്താണ് ഞാൻ പറഞ്ഞിരുന്നത് ആ സമയത്ത്. പിന്നെ നമ്മൾ CNG നിറയ്ക്കാൻ വേണ്ടി പോയി. അപ്പം CNG നിറയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി കൊടുക്കണം, എന്നാൽ മാത്രമേ ഒരു CNG നിറയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പിന്നെ കാറിനകത്ത് പാട്ടിട്ടിരുന്നോണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞിട്ട് ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ. ഇവ ഒരു വാട്ട പെർഫ്യൂം അടിച്ചോണ്ട് വന്നിരിക്കണം. എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ടോ. എന്നിട്ട് പറയണ ആർക്കെങ്കിലും ഈ പെർഫ്യൂമിന്റെ പേര് പറഞ്ഞുകൂടെ 1000 രൂപയുള്ളൂന്ന്. വേട്ടാവളി. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ നേരം തൊട്ട് അവൻ എന്നോട് പറയുമായിരുന്നു, എടി ഓൺ വോയിസിൽ വീഡിയോ എടുക്കുന്നത്. അപ്പം കാറിൽ പാട്ടിട്ടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിടാ വേണ്ട കുഴപ്പമില്ല, ഞാൻ വോയിസ് ഓവർ ചെയ്തോളാന്ന്. പക്ഷെ അവൻ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നേരത്തേക്കും അവൻ്റെ പെർഫ്യൂമാണോ കാറിൻ്റെ എയർ ഫ്രഷനറാണോ എന്നറിയൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സ്മെല്ലടിച്ചിട്ട് തലവേദനിക്കണുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ അത് തന്നെ അങ്ങ് പറഞ്ഞേക്കാന്ന്. ലാസ്റ്റ് എനിക്ക് അവൻ്റെ പെർഫ്യൂം നോക്കിയപ്പം അതല്ല വലുതായിട്ട് എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയില്ല. കാറിൻ്റെ എയർ ഫ്രഷനറായിരുന്നു കുഴപ്പം. അങ്ങനെ പിന്നെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ടാണ് പോയത്. ഏകദേശം കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നുന്നത് ഈ ഒരു സാധനം ഞാൻ കണ്ടത് കേട്ടോ. ഇത് ഞാൻ കുറേ പേരുടെ സ്റ്റോറി ആ ഒരു ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് സാമ്പ്രാണിക്കൊടിയിൽ പോകണം കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും പിന്നെ കുറേ കാലം കൊണ്ട് എൻ്റെ ഒരു പോകണം എന്നുള്ള വിചാരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഫീലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോണത്. അത്യാവശ്യം അതായത് കൊല്ലം സിറ്റിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 10-14 കിലോമീറ്റർ അകത്തോട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പം നമ്മൾ ടെർമിനൽ 1 പോയത്. അപ്പം അവിടെ പോയി ആദ്യം താഴെ വരെ പോയി. പിന്നെയാണ് മനസ്സിലായത് അവിടെ എങ്ങും പാർക്കിംഗ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ മേളിൽ കൊണ്ടുപോയി കാർ ഇട്ടിട്ട് നടന്ന് തിരിച്ചു വന്നു. അതായത് തന്നെ DTPC സാമ്പ്രാണിക്കൊടി ടെർമിനൽ 1 ഇവിടെ പോയിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ട് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ദേണ്ട ഈ പോകുന്ന ബോട്ട് കണ്ടോ, ഇതുപോലെ നമ്മളെ ഈ ബോട്ടിൽ കയറ്റിയിട്ട് അവർ ഈ ആ ഒരു തുരുത്തിൽ കൊണ്ട് വിടും. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്കുള്ള ബോട്ടൊക്കെ വന്ന് ഞാൻ അതിൽ കയറിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും പേടിയുള്ളതായിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബോട്ടിൽ നമ്മൾ കയറിയ സമയത്ത് ബോട്ട് ഇങ്ങനെ കിടന്ന് ആടണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ സ്റ്റിൽ എക്സൈറ്റഡ് ആണ്. എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം. പിന്നെ വെയിൽ ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ എനിക്ക് നല്ലോണം സീനായിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സ്കിന്ന് ടാനും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മളെ ബോട്ടിൽ കൊണ്ട് അവരെങ്ങനെ ആക്കിയിട്ട് പോവും. പിന്നെ ഇത്ര അവറെന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ അടുത്ത ബോട്ട് അവിടെ നിന്ന് വിടും. അപ്പം നമ്മൾ അതിൽ കയറി പോകണം തിരിച്ച്. അങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ എന്താണ്ടോ എൻ്റെ കാലിൽ കുത്തിയേട്ടാ. അപ്പം ഞാനിതെന്താ സംഭവം എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഒരാളെ ഞാൻ കണ്ടത്. ഒരാളല്ല, അവിടെ 1-2 പേര് കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാളെ മാത്രമേ എനിക്ക് വീഡിയോയിൽ കിട്ടിയുള്ളൂ. അതേണ്ട ഇരിക്കുന്നു. എൻ്റെ പൊന്നെ, ഇത് വന്ന് കുത്തിയതാണോ എന്തുവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂട്ടമായിട്ടൊക്കെ വന്നവർ നന്നായിട്ട് എൻജോയ് ചെയ്യണുണ്ടായിരുന്നു അവിടെ. ഞാൻ ഇവനും പൊട്ടന്മാർ മറ്റേ എന്തോന്ന് പറയാം, എന്തോന്നൊക്കെ പറയുമോ, എന്തോ ഡയലോഗ് പറയുമല്ലോ, അത് കണക്ക് അവിടെ കുറേ നേരം നിന്ന് ലാസ്റ്റ് എനിക്കും അവനും തികഞ്ഞ്, നല്ല രീതിക്ക് തികഞ്ഞ്. വെയിലും കൊണ്ട് ആ വെള്ളത്തിൽ നിന്നിട്ട്, വെള്ളമാണെങ്കിൽ അത്ര നല്ല വൃത്തിയുള്ള വെള്ളമൊന്നും അല്ല കേട്ടോ. എനിക്ക് സ്കിന്നിൽ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വെള്ളത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നങ്ങ് തികഞ്ഞ് അവിടെ പോയിട്ട്. കാരണം അത്രയും എക്സ്പെക്റ്റേഷനോടെ പോയതായിരുന്നു. അത് കയ്യിൽ നിന്നങ്ങ് പോയി. ഗായ്സ്, അങ്ങനെ നമ്മൾ പോയിട്ട് ലൈക്ക് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി അവസ്ഥയായിരുന്നു. പിന്നെ ആ കുറച്ച് വെയിലും ഉണ്ടെന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ എനിവേസ് ഇനി എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഞാൻ പണ്ടേ ഈ ഗൂഗിൾ മാപ്പ് നോക്കാൻ അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് നോക്കി വഴി തെറ്റിച്ച് നമ്മൾ ഏതാണ്ടൊക്കെ വഴി കൂടി ഇങ്ങനെ പോവായിരുന്നു. എന്ന് വെച്ചാൽ ഏതൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോവായിരുന്നു. ലാസ്റ്റ് എനിക്ക് ചിരിച്ച് വയ്യായിരുന്നു. കുറേ പാടവും അങ്ങനെ എന്തൊക്കെ കുറേ വഴി ഉണ്ടായിരുന്നു. വഴി തെറ്റിയതാണ്. സോറി വഴി തെറ്റിയതല്ല, വഴി തെറ്റിച്ചതാണെന്ന് പറയണമെന്ന് അവ അന്നേ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് എൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ടാറ്റ കാണിച്ചത്. പക്ഷേ ഞാൻ ശരിക്കും ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ ആര്യ ഭവനിൽ കയറി. പിന്നെ അവിടെ കയറിയപ്പോൾ കോഫി മാത്രം എങ്ങനെ കുടിക്കണമെന്ന് ഓർത്ത് ഞാനൊരു വടയും കൂടി ഓർഡർ ചെയ്തു. പിന്നെ വടയും ചമ്മന്തി ആദ്യമേ വന്നു. പിന്നെ അവിടുത്തെ ഒരു വെള്ളം ഉണ്ടല്ലോ, ഒരു ചൂടുവെള്ളം, കരിങ്ങാലിയും കണ്ടു വിട്ടാൽ അത് നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് എനിക്ക് ആ കരിങ്ങാലി വെള്ളം കുടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കാരണം ഈ കോഫി ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര കയ്പ്പായിരുന്നു. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു ഇത് കുടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഇറക്കി പിന്നെ ആ ചൂടുവെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. കോഫി അതുപോലെ ഞാൻ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോയി. എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല, അത് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല കുടിക്കാൻ. ഞാനാണെങ്കിൽ കയറിയും പോയില്ല ഭഗവാനെ. പിന്നെ ആ വട കൊള്ളായിരുന്നു കേട്ടോ. കൊള്ളാന്നുള്ളത് കൊള്ളാന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഈ അമ്മൂമ്മ അവിടുത്തെ പൈപ്പ് തുറക്കാൻ കഷ്ടപ്പെട്ടപ്പോൾ ഞാനാണ് തുറന്നു കൊടുത്തത്. ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.